ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെറ്റ് ടുഗെദർ നടക്കുന്നത് വൈശാഞ്ചാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ എത്തി തുടങ്ങിയേട്ടാ. പിന്നെ പിള്ളേർക്കൊക്കെ വിശക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയേട്ടാ. ബിരിയാണിയും ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നത്. എല്ലാത്തോണയും നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ഏൽപ്പിക്കലാണ് കേട്ടോ പതിവ്. ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങാറുണ്ട് ഫംഗ്ഷൻ. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേരും പിന്നെ കസിൻസും എല്ലാവരുമായിട്ട് നല്ല അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ നിന്നത്. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. അപ്പോൾ പിള്ളേരൊക്കെ പല്ലേച്ച് അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നൂലപ്പം ഉണ്ടായിരുന്നത്, നൂലപ്പവും കുറുമക്കറിയും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ പിള്ളേർ സെറ്റാണെങ്കിൽ എല്ലാവരും മുകളിലാണ്, കാരണം അവിടെ മൈക്കുള്ളാരനൊക്കെ പാട്ടൊക്കെ പാടി കളിയായിരുന്നു കേട്ടോ. നൈനും ദേവും കൂടി കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കളിയാൻ ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീൻകറി ഇന്നലെ മുളകിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അതിനകത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു കേട്ടോ. മഴ കാരണം ഞങ്ങൾക്ക് ഇത്തവണ മത്സരങ്ങളൊന്നും വെക്കാൻ പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ മത്സരങ്ങളൊക്കെ വെക്കാറുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു ട്രോഫി നൽകിയിട്ട് അവരെ അഭിനന്ദിക്കുന്ന ചടങ്ങാണ് കേട്ടോ. നമ്മുടെ പറവൂരത്തെ AEO ആയിട്ടുള്ള നിഖില ചേച്ചിയാണ് കേട്ടോ എല്ലാവരെയും വെൽക്കം ചെയ്യണത്. അപ്പോൾ 2 പേർക്കും ട്രോഫി നൽകിയത് സലീഷ് അളിയനായിരുന്നു കേട്ടോ. ലാസ്റ്റ് ട്രോഫി നൽകിയത് ശരത്തേട്ടനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ തമ്മിൽ കരച്ചിലായിരുന്നു കേട്ടോ. അവർക്ക് 2 പേർക്കും സമ്മാനം കിട്ടിയില്ലെന്നും പറഞ്ഞു. അപ്പോൾ 2 പേർക്കും ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിക്കണം എനിക്ക് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടാണ്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന പരിപാടിയിലായിരുന്നു. മീൻകറിയും പിന്നെ മാമ്പഴ പുളിശ്ശേരി, ക്യാബേജ് ഒലത്തും ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാവരെയും വിളിച്ചിരുത്തിയേട്ടാ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു സെൽഫി എടുക്കാനായിട്ട്. ഇതിനകത്ത് കുറച്ചൊരു മിസ്സിങ് ആണ്. ഈ ഫാമിലിയിലെ കാർന്നോമാരും ഇല്ല കേട്ടോ, അവരൊക്കെ പുറത്തേക്ക് പോയാക്കിയാണ്. അപ്പോൾ ഉള്ളവരെയൊക്കെ ഞങ്ങൾ വിളിച്ചിരുത്തി ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.